രാജ്യം ഭീകരതയോട് യുദ്ധം ചെയ്യുകയാണ്. ഇപ്പോഴും പ്രകോപനപരമായ രീതിയിൽ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് പല ഡ്രോണുകളും എത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കേണ്ട ഈ സമയത്ത് കേണൽ പദവി ഉൾപ്പെടെയുള്ള മോഹൻലാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പുരസ്കാരം ഏറ്റുവാങ്ങാനായി പോയിരിക്കുന്നു. ഇതിൽ എന്താണ് തെറ്റെന്ന് ചോദിക്കുമ്പോൾ രാജ്യത്തെ ഭിന്നിപ്പിച്ച് ഇസ്ലാമിക രാഷ്ട്രമാക്കാൻ ശ്രമിക്കുന്നവരാണ് ജമാഅത്തെ ഇസ്ലാമി. ഇന്ത്യയിൽ ഇരുന്നു കൊണ്ട് ഇന്ത്യക്കെതിരെ പണിയുന്നവരാണ് അവരെന്ന് തന്നെയാണ് പല ആരോപണങ്ങളും അവർക്കെതിരെ വരുന്നത്. അപ്പോൾ അത്തരം ഒരു ചടങ്ങിൽ മോഹൻലാൽ പങ്കെടുക്കാൻ പാടുണ്ടോ? RSSന്റെ മുഖപത്രം ഓർഗനൈസർ വലിയ രൂക്ഷമായ ഭാഷയിൽ മോഹൻലാലിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. എന്താണ് ഈ സമയത്ത് മോഹൻലാലിന് പറ്റിയത്? ശരിക്കും പറഞ്ഞാൽ ഒരു ഗൾഫ് രാജ്യത്താണ് ഇത്തരം ഒരു ചടങ്ങ് സംഘടിപ്പിച്ചത്. അതായത് ജമാഅത്ത് ഇസ്ലാമിയുടെ പത്രം എന്ന് വിശേഷിപ്പിക്കുന്ന മാധ്യമം പത്രത്തിന്റെ ഒരു വാർഷികാഘോഷ ചടങ്ങോ മറ്റോ ആണ്. അതിൽ പങ്കെടുക്കാനായിട്ട് മോഹൻലാൽ ചെല്ലുന്നു. അതും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുന്നു. നമ്മുടെ 26 പേരെ പഹൽഗാമിൽ കൊലപ്പെടുത്തിയതിന് പകരമായിട്ട് നമ്മൾ അവരെ തിരിച്ചാക്രമിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും പാകിസ്ഥാന്റെ ഇസ്ലാമിക തീവ്രവാദ നിലപാടിനെ ഒന്നും അംഗീകരിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഈ സമയത്താണ് മോഹൻലാൽ ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും അവിടെ നിന്ന് അവാർഡും മറ്റും ഏറ്റുവാങ്ങുകയും ചെയ്യുന്നത്. അപ്പോൾ ഇത് സംഘടിപ്പിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ഒരു മുസ്ലിം രാഷ്ട്രമാക്കി മാറ്റാൻ ശ്രമിക്കും എന്ന് പറഞ്ഞിട്ടുള്ള സംഘടനയാണ് ഈ ജമാഅത്ത് ഇസ്ലാമി. മാത്രമല്ല നമ്മുടെ ഭരണഘടനയോടൊന്നും ഇവർക്ക് യാതൊരു താല്പര്യമില്ല. ഒപ്പം തന്നെ ഞങ്ങളൊരു സാമൂഹ്യ സാംസ്കാരിക മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് ജമാഅത്ത് ഇസ്ലാമി. അങ്ങനെയുള്ള ഒരു കൂട്ടരുടെ പരിപാടിയിൽ പങ്കെടുത്ത് മോഹൻലാൽ ഇങ്ങനെ ഒരു ചടങ്ങിൽ സംബന്ധിക്കരുതായിരുന്നു എന്നാണ് ആക്ഷേപം. കാരണം എന്താ പറയുക, ഇദ്ദേഹത്തിന് ലഫ്റ്റനന്റ് കേണൽ എന്ന് പറയുന്ന ഒരു പദവി നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പദവി നൽകിയ വ്യക്തി രാജ്യത്തോട് സ്നേഹവും കൂറും കാണിക്കേണ്ട സമയത്ത് ഇത്തരം ചടങ്ങിൽ പങ്കെടുക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാടുകൾ നമുക്കറിയാം. എന്തിനാണ് അവരുമായി ചേരുന്നത്? ഇനി സാമ്പത്തികപരമായ ലാഭമാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പാകിസ്ഥാനിൽ ഇതുപോലെ ചടങ്ങ് വെച്ച് കഴിഞ്ഞാൽ മോഹൻലാൽ പോകുമോ? വലിയ വിമർശനമല്ലേ? കാരണം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ നമ്മൾ ഉൾക്കൊണ്ട് നമ്മൾ നെഞ്ചേറ്റിയ ആളുകൾ തന്നെയാണ്. പക്ഷേ എമ്പുരാൻ എന്ന സിനിമ വന്നപ്പോഴോ വലിയ വിമർശനങ്ങളുണ്ടായി. അതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ ലഷ്കർ-ഇ തോയ്ബ എന്ന് പറയുന്ന സംഘടന, അതിനകത്ത് ഒറ്റപ്പെട്ടു പോയ ആളുകളെയൊക്കെ സംരക്ഷിക്കുന്ന എന്തോ ഒരു മഹത്തായ സംഘടനയാണെന്നുള്ള രീതിയിൽ അതിനെ മഹത്വവൽക്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇനി മാത്രമല്ല, ഇന്ത്യയിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളുടെയും കാരണം ഹിന്ദുക്കളുടെ നിലപാടാണ്, അതുകൊണ്ടാണ് മുസ്ലിങ്ങൾ തിരിച്ചടിക്കുന്നത് എന്ന രീതിയിലൊക്കെ ചിത്രീകരിച്ചുകൊണ്ടാണ് എമ്പുരാനെതിരെ വലിയ വിമർശനം ഉയർന്നത്. അന്നും ഓർഗനൈസർ വലിയ ലേഖനങ്ങളൊക്കെ എഴുതി. ഇപ്പോൾ വീണ്ടും ഓർഗനൈസറിലാണ് ഈ ലേഖനം വന്നിരിക്കുന്നത്. മോഹൻലാൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടുണ്ടായിരുന്നു. കാരണം ജമാഅത്ത് ഇസ്ലാമിയുടെ പല നിലപാടുകളെയും നമുക്ക് ഉൾക്കൊള്ളാനോ അംഗീകരിക്കാനോ കഴിയില്ല. അപ്പോൾ മോഹൻലാൽ ഈ ചടങ്ങിൽ എത്തിയല്ലേ ഈ പരിപാടിയിൽ പങ്കെടുത്തു എന്നുള്ളതാണ് ഇവരെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്നത്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ പരിപാടിയിലൊക്കെ പങ്കെടുക്കുമ്പോൾ പ്രത്യേകിച്ച് ഇത്തരം ഒരു സാഹചര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ മോഹൻലാൽ പുലർത്തേണ്ടതായിരുന്നില്ലേ? തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു മോഹൻലാൽ ഒരു എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷം മോഹൻലാലിനെതിരെ വലിയൊരു ഹേറ്റ് ക്യാമ്പയിൻ ഉണ്ടായി. രാജ്യദ്രോഹി എന്നുവരെ മോഹൻലാലിനെ വിളിച്ചവരുണ്ട്, ഹലാൽ ലാലപ്പൻ എന്നുവരെ മോഹൻലാലിനെ വിളിച്ചവരുണ്ട്. കാരണം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ഒരാൾ നമ്മുടെ രാജ്യത്തെ തന്നെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ആളുകളെ, അല്ലെങ്കിൽ ഭീകരവാദത്തിൽ നമ്മുടെ സൈനികരെ, നമ്മുടെ ജനങ്ങളെ ഉൾപ്പെടെ ഇല്ലാതാക്കിയ, വെടിവെച്ചും പിന്നെ നമ്മുടെ രാജ്യത്തേക്ക് നുഴഞ്ഞു കയറിയും ഒക്കെ കൊന്ന ലഷ്കർ-ഇ തോയ്ബയെ വരെ വെള്ളപൂശുന്ന ഒരു സിനിമയായി എമ്പുരാൻ മാറി എന്നുള്ളതാണ് ആളുകളെ മുഴുവൻ. അവിടെയും ഭീകരതയ്ക്ക് വലിയ മാനങ്ങളാണ് ആ സിനിമ നൽകുന്നത് എന്നുള്ളതാണ്. അവിടെയാണ് മോഹൻലാലിന് വലിയ തിരിച്ചടി ഉണ്ട്. അതിനുശേഷം തുടരുമെന്ന സിനിമയിലൂടെ ആ ഹേറ്റ് ക്യാമ്പയിനൊക്കെ മാറ്റി മോഹൻലാൽ വീണ്ടും പഴയ രീതിയിലേക്ക് വരുമ്പോഴാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് ഭീകരതയുടെ അല്ലെങ്കിൽ യുദ്ധമുഖത്ത് ഇന്ത്യ വളരെ നിർണായകമായ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇത്തരം ഒരു പരിപാടിയിൽ മോഹൻലാൽ എന്ന് പറയുന്ന ലഫ്റ്റനന്റ് കേണൽ ഒരിക്കലും പങ്കെടുക്കാൻ പാടുള്ളതല്ല. ഒരു വലിയ പടുകുഴിയിലേക്ക് തന്നെയാണ് മോഹൻലാൽ പോകുന്നത്. RSSന്റെ മുഖപത്രം ഓർഗനൈസർ പറയുന്നത്, ഇന്ത്യ ഒരു ഇസ്ലാമിക രാഷ്ട്രമാക്കി മാറ്റാൻ ലക്ഷ്യമിടുന്നതായി ആരോപിക്കപ്പെടുന്ന ഒരു സംഘടന, പ്രത്യേകിച്ച് ഇന്ത്യ പാക് സംഘർഷങ്ങൾ രൂക്ഷമാകുമ്പോൾ അദ്ദേഹത്തെ ആദരിക്കുന്നത് വളരെ വിരോധാഭാസവും അസ്വസ്ഥത ഉളവാക്കുന്നതുമായി കാണുന്നു. ഇത് മാത്രമല്ല, സിനിമയോടുള്ള യാഥാസ്ഥിതിക നിലപാടിനും എതിർപ്പിനും പേരുകേട്ട ജമാഅത്തെ ഇസ്ലാമി മുമ്പൊരിക്കലും ഒരു സിനിമാ നടനെ ഇത്തരത്തിൽ ആദരിച്ചിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് മോഹൻലാലിനെ ആദരിക്കുന്നത്. ഇത് മോഹൻലാലിനെ ഒരു കലാകാരൻ എന്ന നിലയിൽ മാത്രമല്ല, ഒരു പ്രത്യേക അജണ്ട മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള
തന്ത്രപരമായ നടപടിയായാണ് ക്ഷണിച്ചതെന്ന സംശയവും ഉയർത്തുന്നുണ്ട്. മാത്രവുമല്ല, ജമാഅത്തെ ഇസ്ലാമിയെ എന്തുകൊണ്ട് എതിർക്കുന്നു എന്നും അവരുടെ ദേശവിരുദ്ധ പരിപാടികൾ അജണ്ടയും അക്കമിട്ട് ഓർഗനൈസ് നിരത്തി പറയുന്നുമുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ സിരിജി, ആദ്യമായാണ് ഒരു സിനിമാ നടനെ ഇവർ കലാരംഗത്ത് ഭയങ്കര യാഥാസ്ഥിതികരാണെന്ന് കാണിക്കാൻ വേണ്ടി മോഹൻലാലിനെ പോലെ ലെഫ്റ്റ് കേണൽ പദവിയുള്ള ഒരാളെ ആദ്യമായി, അതായത് ഇന്ത്യൻ സൈന്യവുമായി അടുത്ത ബന്ധമുള്ള ഒരാളെയാണ് ഇവർ ഒരു പരിപാടിയിൽ വിളിക്കുന്നത് എന്നുള്ളത്. ഈ പരിപാടി വേണമെങ്കിൽ മോഹൻലാലിന് ഒഴിവാക്കാമായിരുന്നു. തീർച്ചയായിട്ടും. മാത്രമല്ല, ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ സംഘടനയാണെന്ന് വരുത്തി തീർക്കാൻ പല കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. അതാണ് തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് വരെ സിനിമയെ അനുകൂലിക്കാത്ത, സാംസ്കാരിക പരിപാടികളെ പിന്തുണയ്ക്കാത്ത ഒരു സംഘടന. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇവിടെ ആദരിക്കുന്നത് അദ്ദേഹം സിനിമാ നടനാണ്, മികച്ച അഭിനയം കാഴ്ചവെച്ചുകൊണ്ടല്ല. ഇതിന് വലിയൊരു അജണ്ടയുണ്ട്. ഈ അജണ്ട എന്താണെന്ന് മോഹൻലാൽ മനസ്സിലാക്കണം. അതായത് യഥാർത്ഥ പ്രതിബദ്ധതയോടുള്ള അഭാവം കൊണ്ടാണ് ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നത്. അതായത് വിദേശ തീവ്രവാദ ഫണ്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് പരസ്യമായി ചില വ്യക്തികളെ മഹത്വവൽക്കരിക്കാൻ, അല്ലെ അവർ വലിയ ആളുകളാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. ഇപ്പോൾ വഖഫ് ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രോക്സി എന്നൊക്കെ പറയപ്പെടുന്ന 2-3 സംഘടനകളുണ്ട്. ഇപ്പോൾ സോളിഡാരിറ്റി യൂത്ത് മൂവ്മെന്റ്, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ, ഇവരൊക്കെ തന്നെ കോഴിക്കോട്ട് വിമാനത്താവളത്തിലേക്ക് വലിയൊരു മാർച്ച് സംഘടിപ്പിച്ചു. അന്ന് ഈ മാർച്ചിൽ മുസ്ലിം ബ്രദർഹുഡിന്റെ സ്ഥാപകനായ ഹസൻ അൽ ബന്നയുടെ ചിത്രം പ്രദർശിപ്പിച്ചു. അതുപോലെ തന്നെ ഈ 2-3 ഭീകരന്മാരുണ്ട്, യഹിയ സിൻവർ, അതുപോലെ തന്നെ അഹമ്മദ് യാസിൻ, ഇവരുടെയൊക്കെ ചിത്രങ്ങൾ വെച്ചുകൊണ്ട് വലിയ പ്രക്ഷോഭം നടത്തിയവരാണ് ഈ സംഘടന. അപ്പോൾ അതിനെയൊക്കെ അനുകൂലിക്കുന്ന ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള ഒരു സംഘടന ലഫ്റ്റനന്റ് കേണൽ പദവിയുള്ള മോഹൻലാലിനെ അവിടേക്ക് ക്ഷണിക്കുന്നതിന് പിന്നിൽ ഒരു അജണ്ടയുണ്ടെന്ന് മോഹൻലാലിന് തിരിച്ചറിയേണ്ടതല്ലേ? മാത്രമല്ല, എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരുപാട് വിമർശനങ്ങൾക്ക് വിധേയനായി. അപ്പോൾ തന്ത്രപ്രധാനമായ ഒരു രാഷ്ട്രീയ പശ്ചാത്തലവും ഇന്ത്യൻ സൈന്യത്തിലെ അദ്ദേഹത്തിന്റെ പങ്കുമൊക്കെ കണക്കിലെടുത്താൽ ഈ പദവിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കണം എന്ന് പറഞ്ഞാൽ ഈ ഓണററിയായി നൽകിയിരിക്കുന്ന ഈ ബഹുമതി അത് പിൻവലിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത്. അപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് മോഹൻലാൽ എന്ന് പറയുന്ന നടനെ ആദരിക്കലല്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോൾ ഇതിന് കാരണക്കാരൻ ഹിന്ദുക്കളായ ആളുകളെ തെരഞ്ഞുപിടിച്ച് കൊന്ന മുസ്ലിങ്ങളാണ്, അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദികളാണ്. അത്തരത്തിലുള്ള ആളുകളെ തെരഞ്ഞുപിടിച്ച് ഇന്ത്യയെ തിരിച്ചാക്രമിക്കുമ്പോൾ അതിനെ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാനായിട്ടുള്ള ശ്രമം ഒരു ഗൾഫ് രാജ്യത്ത് വെച്ച് തന്നെ നടത്തുന്നു. അപ്പോൾ ഗൾഫ് രാജ്യത്ത് വെച്ച് ഇത്തരം ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ മോഹൻലാൽ തിരിച്ചറിയണമായിരുന്നു ഇതിൻ്റെ സംഘാടകരാരാ, ഇന്ത്യയിലെ നിലവിലെ അവസ്ഥ എന്താ. ഇനി പോട്ടെ, സാധാരണ രീതിയിൽ ഇത്തരം പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ മോഹൻലാലൊക്കെ ഈ കുറിപ്പൊക്കെ ഇടുന്നതാണ് സോഷ്യൽ മീഡിയയിലെങ്കിലും. ഇത്തരത്തിൽ യാതൊരു കുറിപ്പുമില്ല. ഇന്നലെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. അപ്പോഴൊന്നും കാണാതിരുന്ന മോഹൻലാലിനെ ഇപ്പം വലിയ രീതിയിൽ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ട് ജമാഅത്ത് ഇസ്ലാമി വരുന്നത് പ്രത്യേകമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയും ഗൂഢമായ ഒരു അജണ്ട നടപ്പാക്കാനുമാണെന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിലും സംശയിക്കേണ്ട. അത് തന്നെയാണ് ഓർഗനൈസർ ഇപ്പോൾ വെളിച്ചത്തേക്ക് കൊണ്ടുവന്നത്. തീർച്ചയായിട്ടും മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം മോഹൻലാലിന്റെ ഭാഗത്തുനിന്ന് ഒരിക്കലും ഈ ഒരു സമയത്ത് ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം തന്നെ. ഇപ്പോൾ സാമ്പത്തിക ലാഭമാണ് മോഹൻലാൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഈ സിനിജി നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പാകിസ്ഥാനിൽ ഒരു പരിപാടിക്ക് ക്ഷണിച്ചാൽ മോഹൻലാൽ പോകുമോ? മോഹൻലാൽ ചിലപ്പോൾ ചോദിക്കും, അല്ലെങ്കിൽ മോഹൻലാലിന്റെ ആരാധകർ ചോദിക്കും, അദ്ദേഹം ഒരു കലാകാരനാണ്, അതുകൊണ്ട് കലാകാരന്മാർ ചില പരിപാടികൾ ക്ഷണിക്കുമ്പോൾ അവിടെ പോയേ മതിയാകൂ എന്നുള്ളത്. പക്ഷെ ക്ഷണിക്കുന്ന സംഘടനകൾ എന്ത് ലക്ഷ്യം വെച്ചാണ് ക്ഷണിക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള മൂളയെങ്കിലും മോഹൻലാലിനെ പോലുള്ള ഒരാൾ കാണിക്കണമായിരുന്നു. കാരണം ഇവർക്ക് സിനിമ എന്ന് പറഞ്ഞാൽ ഹറാം എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് ഈ ജമാഅത്തെ ഇസ്ലാമിക്ക്. ഇവർക്ക് പാട്ട് കേൾക്കാൻ പാടില്ല, പാട്ട് കേട്ടുകൊണ്ട് ആരും ഇന്ന് വരെ ജീവിതത്തിൽ വിജയിച്ചിട്ടില്ല എന്ന് ഈ അടുത്ത കാലത്ത് ഒരു ഉസ്താദ് പറയുന്നത് കേട്ടോ. പാട്ട് കേട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ പണം കൊയ്തിട്ടുണ്ടോ? യേശുദാസിന്റെ പാട്ട് കേട്ടിട്ട് നിങ്ങൾ ആരെങ്കിലും നല്ല വഴിക്ക് ചിന്തിച്ചിട്ടുണ്ടോ, ജീവിച്ചിട്ടുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് 2 ദിവസം മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഞാൻ കണ്ട ഒരു മുസ്ലിയാരുടെ ഉസ്താദിന്റെ ഒരു പ്രസംഗമാണ്. അപ്പോൾ ഇവർക്ക് സിനിമയെന്ന് പറഞ്ഞാൽ ഹറാമാണ്. ഈ ഹറാമായ സിനിമയെ ഹറാമായി കാണുന്നവർ പെട്ടെന്ന് മോഹൻലാലിനെ അങ്ങ് വലിയ മോഹൻലാലിനോട് ആരാധന തോന്നുന്നു. ഇന്ന് വരെ വിളിക്കാത്ത ആളുകളെയൊക്കെ ഇപ്പൊ ഇവർക്ക് വേണമെങ്കിൽ മമ്മൂട്ടിയെ വിളിക്കാമല്ലോ, എന്തുകൊണ്ട് മമ്മൂട്ടി ഈ സ്ഥാനത്ത് വിളിച്ചില്ല എന്നുള്ളൊരു ചോദ്യം വരും. അപ്പോ മോഹൻലാൽ ഇപ്പോൾ അഭിനയിക്കുന്ന കുറെ സിനിമകൾ ഇവരെ വെള്ളപൂശി കാണിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇവരുടെ ചില കാര്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചുകൊണ്ട് ഇവർക്ക് ഇഷ്ടമുള്ള ചിലരെ അടിച്ചൊതുക്കുന്ന സിനിമകളാണ് എന്നുള്ളത് ഇവർക്ക് മനസ്സിലായി. അതായത് ഹിന്ദുത്വത്തെ കൂടുതൽ എന്താ പറയുക, വലിയ രീതിയിൽ മോശപ്പെടുത്തിക്കൊണ്ടുള്ള സിനിമകളാണ് മോഹൻലാൽ ഇപ്പോൾ ചെയ്യുന്നതെന്നും അതിൻ്റെ പിന്നിൽ ഗൂഢമായ ചില ആളുകളുടെ അജണ്ടകളുണ്ടെന്നും ചില സ്ഥലങ്ങളിൽ നിന്ന്
പണങ്ങളൊക്കെ വരാറുണ്ട് എന്നുമുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇത്തരമൊരു പരിപാടിയിൽ മോഹൻലാൽ പങ്കെടുത്തതും പുരസ്കാരം വാങ്ങിയതിന് പിന്നിലെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഷാർജ എക്സ്പോ സെന്ററിൽ വെച്ചാണ് ഈ ഗൾഫ് മാധ്യമത്തിന്റെ പരിപാടി സംഘടിപ്പിച്ചത്. ഈ ഷാർജ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിക്കുക, ഒരു ഗൾഫ് രാജ്യം അല്ലെ, സ്വാഭാവികമായും മുസ്ലിം ഭൂരിപക്ഷമുള്ള മേഖല. അവിടെ പങ്കെടുക്കുന്ന ആളുകൾ ആരാ? ഗൾഫ് മാധ്യമം വായിക്കുന്ന കുറച്ച് ആൾക്കാർ. മാധ്യമം എന്ന് പറയുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ മുഖപത്രമാണ്. അപ്പോൾ അതിനോട് ജമാഅത്തെ ഇസ്ലാമി അനുഭാവത്തോട് കൂടെ നിൽക്കുന്ന ആളുകളാണ് കൂടുതലും ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നത്. അപ്പോൾ അത്തരം ആളുകളുടെ മുമ്പിൽ മോഹൻലാൽ ദാ ഇത്രയും ഉള്ളൂ, നമ്മൾ പറയുന്നിടത്ത് മോഹൻലാൽ വരും എന്ന് വരുത്തി തീർക്കുന്നു. അപ്പോൾ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയിലൂടെ ഹിന്ദുക്കളാണ് ചില തെറ്റുകൾ ചെയ്യുന്നത്, അതിന് പ്രതികാരമായിട്ട് കുറച്ച് മുസ്ലിങ്ങൾ എന്തൊക്കെയോ ചെയ്യുന്നു. മാത്രമല്ല അങ്ങനെ ഒറ്റപ്പെട്ടു പോയ കുട്ടികൾ ഉണ്ടെങ്കിൽ, അല്ലെ കുട്ടികളെ വരെ ഈ പറയുന്ന ജമാഅത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ ഈ ജെയ്ഷെ മുഹമ്മദ് അല്ലെങ്കിൽ ലഷ്കർ ഇ തോയ്ബ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന സംഘടനയാണെന്ന് വരുത്തി തീർക്കുന്നു. അതാണ് എമ്പുരാൻ സിനിമയിൽ കാണിച്ചത്. അപ്പോൾ ലഷ്കർ ഇ തോയ്ബയുടെ ക്യാമ്പുകളിലേക്ക് മോഹൻലാൽ അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ കഥാപാത്രം എത്തിപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അയാൾ നിസ്സഹായനായി മാറിയ ഒരു കുട്ടിയായതുകൊണ്ട് അയാളെ സംരക്ഷിക്കുന്നു. അപ്പോൾ പോസിറ്റീവ് വശമുണ്ടെന്ന് പറഞ്ഞു. ഇതുകൊണ്ടാണ് നാട്ടുകാർ മൊത്തം ഈ സിനിമയെ എതിർത്തത്, അല്ലാതെ ആ സിനിമയുടെ ബാക്കിയുള്ള കണ്ടന്റിനെ ഒന്നും അല്ല എതിർത്തത്. അപ്പോൾ അതിന് സമാനമായ രീതിയിൽ നമ്മുടെ ലഫ്റ്റനന്റ് കേണൽ എന്ന് പറയുന്ന ഒരു പദവി നൽകുന്നു. പട്ടാളം എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ മനസ്സിൽ വീരപുരുഷന്മാരാണ്. അവിടെ ജീവൻ നഷ്ടപ്പെട്ടു പോയ ഓരോരുത്തരും നമ്മുടെ കുടുംബാംഗങ്ങളെ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം നമുക്ക് വേണ്ടിയാണ് അവർ കണ്ണടയ്ക്കാതെ ഉറങ്ങാതെ മഞ്ഞിലും മലയിലും പോയി ഈ പറയുന്ന ദേശസ്നേഹം പുലർത്തിക്കൊണ്ട് കാവൽ നിൽക്കുന്നത്. അവർക്ക് വേണ്ടി നിലകൊള്ളാതെ ലഫ്റ്റനന്റ് കേണലായിട്ടുള്ള മോഹൻലാൽ ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി നിലകൊള്ളുന്നു, അവരുടെ പരിപാടിയിൽ പങ്കെടുക്കുന്നു. ഈ ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് എന്താണ്? ലോകത്ത് മുസ്ലിം ഭരണം വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഘടനയാണ്. എന്തിന്? ഇന്ത്യയെ പോലും 2050 ആകുന്നതോടുകൂടി ഒരു മുസ്ലിം ഭരണത്തിന്റെ കീഴിൽ കൊണ്ടുവരണമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചതാണ്. എന്നിട്ടും ആ ജമാഅത്ത് ഇസ്ലാമി അംഗീകരിക്കാത്ത എത്രയോ സംഘടനകൾ ഇപ്പോഴും കേരളത്തിലുണ്ട്. എന്തിന്? മുസ്ലിം ലീഗ് എന്ന് പറയുന്ന സംഘടന പോലും അംഗീകരിക്കുന്നില്ല. എന്നിട്ടും അവർ കേരളത്തിന് പുറത്ത്, രാജ്യത്തിന് പുറത്ത് ഒരു പരിപാടി സംഘടിപ്പിക്കുമ്പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ മോഹൻലാൽ അവിടെ പോയി പങ്കെടുക്കുന്നു. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട് ഇത്രയും വിവാദങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ ഇതുപോലെ ഒരു സിറ്റുവേഷനിൽ മോഹൻലാൽ പങ്കെടുക്കാൻ പാടില്ല. കാരണം എത്രയോ ആളുകളെ കൊലപ്പെടുത്തുന്നു, എന്തൊക്കെ നാശനഷ്ടങ്ങൾ നമുക്ക് വരുത്തി വെക്കുന്നു. നമ്മളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം കൃത്യമായി പ്രവർത്തിച്ചുകൊണ്ട് മാത്രമല്ലേ പാകിസ്ഥാന്റെ ആക്രമണത്തിൽ നമ്മൾ രക്ഷപ്പെട്ടത്. 300-400 ഡ്രോണുകളാണ് നമുക്കെതിരെ ആക്രമിച്ചത്. അതെ, കൃത്യമായി നമുക്ക് ആയുധങ്ങൾ ഉള്ളത് കൊണ്ട് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം പല രാജ്യങ്ങളുമായുള്ള ആയുധ കച്ചവടങ്ങളും അല്ലെങ്കിൽ തദ്ദേശീയമായി നമ്മൾ നിർമ്മിച്ചെടുത്ത ആയുധങ്ങളും ഒക്കെ നമ്മുടെ കയ്യിൽ ഭദ്രമായി ഉള്ളത് കൊണ്ട്, നമ്മുടെ സൈന്യം തയ്യാറായി നിന്നതുകൊണ്ട് നമുക്ക് അവരുടെ ഒരു അടിയും നമുക്ക് കൊള്ളാതെ തിരിച്ചടിക്കാൻ, അവരുടെ ആണവ ആയുധങ്ങളുടെ അടുത്ത് വരെ നമുക്ക് ബ്രഹ്മോസ് മിസൈൽ അയക്കാൻ കഴിഞ്ഞുവെങ്കിൽ ഇന്ത്യയുടെ ശക്തി എത്രയാണ് എന്ന് ഇന്ത്യയിലുള്ള ഓരോരുത്തരും തിരിച്ചറിഞ്ഞ സമയമാണ്. ഞാൻ പറയുന്നത് പ്രതിപക്ഷം വരെ, ഇപ്പോൾ രാഹുൽ ഗാന്ധി വരെ നിരന്തരം മോദിക്കെതിരെ മോദി വിരുദ്ധത പറഞ്ഞു പാടിക്കൊണ്ട് നടക്കുന്ന ആളാണ് നരേന്ദ്രമോദി, പിണറായി വിജയൻ അടക്കമുള്ളവർ. അവർ വരെ ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്കൊപ്പം നിൽക്കുന്ന നിലപാട് സ്വീകരിച്ചതാണ് നമ്മൾ കണ്ടത്. ഇപ്പൊ യുദ്ധത്തിന് ശേഷം എന്തിനാണ് ഈ യുദ്ധം, അമേരിക്ക പറഞ്ഞിട്ട് നിങ്ങൾ എന്തിനാണ് കേട്ടത് എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല വിമർശനങ്ങളും പല ഭാഗത്തു നിന്നും വരുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, മോദി വിരുദ്ധരായ മാധ്യമങ്ങൾ പോലും ഇന്ത്യയുടെ നിലപാടിന് ഒപ്പം നിൽക്കുന്നു, ഇന്ത്യക്ക് വേണ്ടി നിൽക്കുന്നു, ഇന്ത്യയുടെ സൈനികർക്കൊപ്പം നിൽക്കുന്നു. ഇതാണ് നമ്മൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. മോഹൻലാൽ എന്ന് പറയുന്ന മഹാനടൻ, ദ കംപ്ലീറ്റ് ആക്ടർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ എടുത്തു പൊക്കിക്കൊണ്ട് നടന്ന ഒരു നടൻ ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പരിപാടിയിൽ ഈ ഒരു അവസരത്തിൽ, ഇന്ത്യ സങ്കീർണമായ ഘട്ടത്തിലൂടെ നീങ്ങുന്ന ഈ ഒരു അവസരത്തിൽ പങ്കെടുക്കുന്നു എന്ന് പറയുന്നത് അത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. എന്താണ് ഇതിന്റെ പിന്നിലുള്ള അജണ്ട? മോഹൻലാലിന് എന്താണ് അങ്ങോട്ടേക്ക് പോകാൻ പ്രേരിപ്പിച്ചത്? ക്ലിയർ ആയിട്ടൊരു അന്വേഷണം ഇതിന്റെ പിന്നിൽ നടത്തേണ്ടതുണ്ട്. മാത്രമല്ല മോഹൻലാൽ പരസ്യമായി ഇന്ത്യൻ ജനതയോട് മാപ്പ് പറയണം. ലഫ്റ്റനന്റ് കേണൽ പദവി ഊരി നൽകിക്കൊണ്ട് തന്നെ മോഹൻലാൽ മാപ്പ് പറയണം.